ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർദശോധ്യായം. അതിൽ 32ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർദശോധ്യായഃ. മൈത്രേയ ഉവാച ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനഃ ഗോപ്തര്യസതി വൈ നൃണാം പശ്യന്തഃ പശുസാമ്യതാം വീരമാതരമാഹൂയ സുനീതാം ബ്രഹ്മവാദിനഃ പ്രകൃത്യസമ്മതം വേനമഭ്യഷിഞ്ചൻ പതിം ഭുവഃ ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്യ വസദ്യഃ സർപ്പത്രസ്താ ഇവാഖവ സ ആരൂഢനൃപസ്ഥാന ഉന്നദ്ധോഷ്ടവിഭൂതിഭിः അവമേനേ മഹാഭാഗാൻ സ്തബ്ധഃ സംഭാവിതസ്വതഃ ഏവം മദാന്ധൗൽസിക്തോ നിരങ്കുശൈവദ്വിപഃ പര്യടൻ രഥമാസ്ഥായ കമ്പയന്നിവ രോദസി നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിൽ ഇതി ന്യവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവശഃ വേനസ്യാവേക്ഷ്യമുനയോ ദുർവൃത്തസ്യ വിചേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജുസ്മസത്രിണഃ അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹദ് ദാരുണ്യുഭയതോ ദീപ്തൈവ തസ്കരപാലയോ അരാജകഭയാദേശകൃതോ രാജാതദർഹണഃ തതോപ്യാസീദ്ഭയം ത്വദ്യ കഥ സ്യാത് സ്വസ്തിദേഹിനാം അഹോ അഹേരിവ പയപോഷപോഷകസ്യാപ്യനർത്ഥഭൃത് വേന പ്രകൃത്യേവ ഖലഃ സുനീതാഗർഭ സംഭവഃ നിരൂപിത പ്രജാപാലഃ സ ജിഘാംസതി വൈ പ്രജാഃ തഥാപി സാന്ത്വയേ മാമും നാസ്മാം സ്ഥൽപാദകം സ്പൃശേത് തദ്വിദ്വദ്ഭിർ അസദ്വൃത്തോ വേനോസ്മാഭികൃതോ നൃപഃ സാന്വിതോ യദി നോ വാചം ന ഗ്രഹിഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാ ഏവമധ്യാവസായേനം മുനയോ ഗൂഢമന്യവഃ ഉപവ്രജ്യാബ്രുവൻ വേനം സാന്ത്വയിത്വാ ച സാമഭിः മുനയ ഊചുഃ നൃപവര്യനിബോധേതദ്യത്തെ വിജ്ഞാപയാമ ഭോः ആയുശ്രീവലകീർത്തീനാം തവ താത വിവർധനം ധർമാചരിത പുംസാം വാഗ്മനക്കായ ബുദ്ധിഭിः ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യം അസംഗിനാം സതേമാ വിനശേദ്വീരപ്രജാനാം ക്ഷേമലക്ഷണഃ യസ്മിൻ വിനഷ്ടേ നൃപതിരൈശ്വര്യാദവരോഹതി രാജൻ അസാധ്വമാത്യേഭ്യശ്ചോരാദിഭ്യ പ്രജാ നൃപഃ രക്ഷന്യഥാ ബലിം ഗൃഹ്ണന്നിഹ പ്രേത്യ ച മൂദത്തെ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണ്ണാശ്രമാൻ വിദേഹി തസ്യ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവനഃ പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ തസ്മിൻ തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരേ ലോകാഃ സപാലാഹ്യേ തസ്മൈ ഹരന്തി ബലിമാതൃതാ തം സർവലോകാമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈര്യജതോ ഭവായത്തെ രാജൻ സ്വദേശാനനുരോദ്ധും അർഹസി യജ്ഞേന യുഷ്മദ്വിഷയേ ദ്വിജാതിഭിർവിതായമാനേന സുരാഃ കലാഹരേ സൃഷ്ടാഃ സുതുഷ്ടാഃ പ്രതിശന്തി വാഞ്ചിതം തദ്ധേളനം നാർഹസി വീരചേഷ്ടിതും വേന ഉവാച ബാലിശ ബതയൂയം വാ ധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രമിഹ ലോകേ പരത്ര ച കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശീ ഭർതൃസ്നേഹവിദൂരാണാം യഥാ ജാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർയമോ രവി പർജന്യോ ധനദഃ സോമക്ഷിതി അഗ്നിരപാമ്പതി ഏതേ ചാന്യേ ച വിബുധാഃ പ്രഭവോ വരശാപയോഃ ദേഹേ ഭവന്തി നൃപതേഃ സർവദേവമയോ നൃപഃ തസ്മാൻ മാം കർമ്മഭിർ വിപ്രാ യജധ്വം ഗതമത്സരാः ബലിം ച മഹ്യം ഹരത മർത്തോന്യഃ കോഗ്രഭുഃ പുമാൻ മൈത്രേയ ഉവാച ഇത്തം വിപര്യമതിപ്പാപീയാനുൽപഥം ഗതഃ അനുനീയമാനസ്തദ്യാഞ്ച്നാം ന ചക്രേ ഭ്രഷ്ടമംഗലഃ ഇതി തേ അസത്കൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിനാ ഭഗ്നായാം ഭവ്യയാച്ഛ്നായാം തസ്മൈ വിതുരചുക്രുധു ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാധ്രുവം നായമർഹത്യസദ്വൃത്തോ നരദേവവരാസനം യോധി
യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രപഃ. ഇനി 33-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. കോ വൈനം പരിചക്ഷീതാവേനമേകം ഹൃദയശുഭം പ്രാപ്തൈദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനഃ. കോ വൈനം പരിചക്ഷീതാവേനമേകമൃതേശുഭം പ്രാപ്തൈദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനഃ. അപ്പോൾ യാതൊരാളുടെ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതൻ ആയിരിക്കുന്ന, അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിട്ട് ഈ വിധം ഐശ്വര്യത്തെ, ഇപ്രകാരമുള്ള ഐശ്വര്യത്തെയൊക്കെ പ്രാപിച്ച അവരിൽ അശുഭകാരിയായിരിക്കണ, ഏറ്റവും അശുഭകാരിയായിരിക്കുന്ന ഈ വേനൻ അല്ലാതെ കിം കഹ്വ, ആരാണ്, വേനനല്ലാതെ ആരാണ് ഭഗവാനെ പരിചക്ഷീത, ഭഗവാനെ ദുഷിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോ വൈനം പരിചക്ഷീത, ഈ വേനനല്ലാതെ ആരാണ് ഇപ്രകാരം ഏനം, ഇപ്രകാരം വേനം പരിചക്ഷീത ദുഷിക്കുക. വേനമേകമൃതയ ശുഭം, അശുഭനായിരിക്കുന്ന വേനൻ മാത്രമേ അത് ചെയ്യുള്ളൂ എന്നർത്ഥം. പ്രാപ്ത ഈദൃശം ഐശ്വര്യം, ഇപ്രകാരം ഐശ്വര്യത്തെ പ്രാപ്തമാക്കിയിട്ട്, ഏതനുഗ്രഹഭാജന, ആ ഭഗവാന്റെ അനുഗ്രഹത്തെ പ്രാപ്തമാക്കിയിട്ട്, ഐശ്വര്യത്തെ പ്രാപ്തമാക്കിയിട്ട് ഈ വിധം ഇങ്ങനെ ആ ഭഗവാനെ അധിക്ഷേപിക്കുന്നത് വേനൻ മാത്രമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങളെ ഏതനുഗ്രഹഭാജന, യാതൊരാളുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ഈ ദൃശം, ഈ വിധം ഐശ്വര്യം, ഐശ്വര്യത്തെ പ്രാപിച്ചവരിൽ അശുഭം, അശുഭകാരിയായിരിക്കുന്ന ഏനം ഏകം, ഈ ഒരു വേനം ഋത്തേ, വേനനല്ലാതെ ക വാ, ആരാണ് ഭഗവാനെ പരിചക്ഷീത, ദുഷിക്കുക. ഒന്നുകൂടി പറയാം. ഏതനുഗ്രഹഭാജന, യാതൊരാളുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ഈ ദൃശം, ഈ വിധം ഐശ്വര്യം, ഐശ്വര്യത്തെ പ്രാപിച്ചവരിൽ അശുഭം, അശുഭകാരിയായിരിക്കുന്ന ഏനം ഏകം, ഈ ഒരു വേനം ഋതേ, വേനനല്ലാതെ കഹ വ, ആരാണ് ഭഗവാനെ പരിചക്ഷീത, ദുഷിക്കുക. അതിൽ തന്വയം വന്നിട്ട് ഏതനുഗ്രഹഭാജന ഈദൃശം ഐശ്വര്യം പ്രാപ്ത അശുഭം ഏനം ഏകം വേനം ഋതേ ക വാ പരിചക്ഷീത. എന്നുകൂടി പറയാം. ഏതനുഗ്രഹഭാജന ഈദൃശം ഐശ്വര്യം പ്രാപ്ത അശുഭം ഏനം ഏകം വേനം ഋതേ ക വാ പരിചക്ഷീത. യാതൊരാളുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച് ഈ വിധത്തിൽ ഐശ്വര്യത്തെ പ്രാപിച്ചവരിൽ അശുഭകാരിയായിരിക്കുന്ന ഈ വേനനല്ലാതെ ആരാണ് ആ ഭഗവാനെ ദുഷിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐശ്വര്യപൂർണമായിരിക്കുന്ന ആധിപത്യം ആ ഭഗവത് അനുഗ്രഹത്താൽ ലഭിച്ചവരിൽ പാപിയായിരിക്കുന്ന ഈ വേനനൊഴികെ മറ്റാരാണ് തന്ത്രിവടിയെ ആക്ഷേപിക്കുക? യാച്ന എന്നാൽ യാചന, ഋഷിമാർ അഭ്യർത്ഥിക്കുകയല്ല ചെയ്യുക, യാചിക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. പരിചക്ഷീത എന്നാൽ നിന്ദിക്കുക എന്നുള്ളതാണ് അർത്ഥം. വൈന്യം എന്ന് പറഞ്ഞാൽ വൈന്യം എന്ന് വായിച്ചാൽ വൈനപുത്രനെ ആരും നിന്ദിക്കുകയില്ല എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ പാപിയായിരിക്കുന്ന ഈ വേനനൊഴികെ ഭഗവത് കൃപയ്ക്ക് പാത്രമായി ഐശ്വര്യം പ്രാപിച്ച ആരാണ് കൃതജ്ഞതാലേശമില്ലാതെ ഭഗവാനെ നിന്ദിക്കുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇപ്രകാരം ഐശ്വര്യം സിദ്ധിച്ചുവോ ആ ഭഗവാനെ പാപസ്വരൂപനായ വേനൻ ഒരുവനല്ലാതെ മറ്റാരെങ്കിലും ഈ വിധം നിന്ദിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിലത്തെ ഇത് വന്നിട്ട് വ്യാഖ്യാനം വന്നിട്ട് വേനമേകം വിന, വേനനല്ലാതെ കണ്ട ആരെങ്കിലും വിഷ്ണും കോ നിന്ദേൽ, വിഷ്ണുവിനെ നിന്ദിക്കോ എന്നാണ്. വേനമേകം വിന വിഷ്ണും കോ നിന്ദേൽ, വേനനല്ലാതെ ആരെങ്കിലും ആ വിഷ്ണുവിനെ നിന്ദിക്കുകയോ എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം.
ഇത്തം വ്യവസിതാ ഹന്തുമൃഷയോരൂഢമന്യവഃ നിജഘ്നുർഹുങ്കൃതൈർവേനം ഹതമച്യുതനിന്ദയാ. ഇത്തം വ്യവസിതാ ഹന്തുമൃഷയോരൂഢമന്യവഃ നിജഘ്നുർഹുങ്കൃതൈർവേനം ഹതമച്യുതനിന്ദയാ. ഇപ്രകാരം ഇങ്ങനെ ആ വ്യവസിത പരസ്പരം പറഞ്ഞിട്ട് ഹന്തുമൃഷയോ കൊല്ലാൻ വേണ്ടി നിശ്ചയിച്ചിട്ട് തുനിഞ്ഞ ആ വ്യവസിത തുനിഞ്ഞവരായിട്ട് രൂഢമന്യവ കോപം പ്രകടമാക്കിക്കൊണ്ട് ആ ഋഷിമാർ ആ അച്യുതനിന്ദ കൊണ്ട് ഒന്ന് തന്നെ ഹതനായിരിക്കുന്ന ആ വേനനെ ഹുങ്കൃതേർവേനം ഹതം ഹുങ്കൃതേർവേനം നിജഘ്നുഹു ആ വേനനെ ആ ഹുങ്കാരം കൊണ്ട് വർദ്ധിച്ച ഹുങ്കാര ശബ്ദത്തോടെ വേനനെ ഹനിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ത പദങ്ങൾ നോക്കാം. ഇത്തം ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ഹന്തും നിഗ്രഹിക്കുവാൻ വ്യവസിതാ തുനിഞ്ഞവരായിട്ട് രൂഢമന്യവ കോപം പ്രകടമാക്കിക്കൊണ്ട് ഋഷയ ആ ഋഷികൾ അച്യുതനിന്ദയാ വിഷ്ണുവെ നിഗ്രഹിക്കയാൽ ഹതനായിരിക്കുന്ന വേനനെ ഹുംകൃതൈഹി ഹുങ്കാര ശബ്ദത്താൽ നിജഘ്നുഹു ഹനിച്ചു. എന്നുകൂടി പറയാം. ഇത്തം ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ഹന്തും നിഗ്രഹിക്കുവാൻ വ്യവസിതാഹ തുനിഞ്ഞവരായിട്ട് രൂഢമന്യവ കോപം പ്രകടമാക്കിക്കൊണ്ട് ഋഷയ ആ ഋഷികൾ അച്യുതനിന്ദയാ വിഷ്ണുവെ നിന്ദിക്കയാൽ ഹതനായിരിക്കുന്ന വേനനെ ഹുംകൃതൈഹി ഹുങ്കാര ശബ്ദത്താൽ നിജഘ്നുഹു ഹനിച്ചു. അതിൽ അന്വയം വന്നിട്ട് ഇത്തം ഹന്തും വ്യവസിതാഹ രൂഢമന്യവ ഋഷയ അച്യുതനിന്ദയാ ഹതം വേനം ഹുംകൃതൈഹി നിജഘ്നുഹു. ഇത്തം ഹന്തും വ്യവസിതാഹ രൂഢമന്യവ ഋഷയ അച്യുതനിന്ദയാ ഹതം വേനം ഹുംകൃതൈഹി നിജഘ്നുഹു. ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ആ നിഗ്രഹിക്കുവാൻ തുനിഞ്ഞവരായിട്ട് ആ കോപം പ്രകടമാക്കിക്കൊണ്ട് ആ ഋഷിമാർ ആ വിഷ്ണുവിനെ നിന്ദിക്കയാൽ ഹതനായിരിക്കുന്ന വേനനെ ഹുങ്കാര ശബ്ദത്താൽ ഹനിച്ചു. പ്രകടിപ്പിക്കപ്പെട്ട കോപത്തോടുകൂടിയ ആ ഋഷികൾ ആ വേനനെ നിഗ്രഹിക്കണമെന്ന് തീരുമാനിച്ച് ആ ഭഗവൻ നിന്ദയാൽ തന്നെ ഹതപ്രായനായിരിക്കുന്ന അദ്ദേഹത്തെ ഹുങ്കാരം കൊണ്ട് നിഗ്രഹിച്ചു. ഗൂഢമന്യവ ഗൂഢമന്യുക്കളായിരിക്കുന്ന ഋഷികൾ ഇപ്പോൾ രൂഢമന്യുക്കളായി ഉള്ളിലൊതുക്കിയിരിക്കുന്ന കോപം പ്രകടമാക്കി എന്ന അർത്ഥം ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഋഷികൾ വ്യക്തമായി കോപം പ്രകടിപ്പിച്ച് ഇങ്ങനെ ഹനിക്കാൻ തീരുമാനിച്ച് ആ ഭഗവൻ നിന്ദയാൽ ഹതപ്രായനായിരിക്കുന്ന വേനനെ ഹുങ്കാരങ്ങൾ കൊണ്ട് ഹനിച്ചു. അപ്പോൾ അങ്ങനെ ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇപ്രകാരമുള്ള ഐശ്വര്യം സിദ്ധിച്ചുവോ ഭഗവാന് പാപസ്വരൂപനായിരിക്കുന്ന വേനൻ ഒരുവനല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ നിന്ദിക്കുമോ? ഇപ്രകാരം കൊല്ലുവാൻ നിശ്ചയിച്ച ഋഷികൾ ആ കോപത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് ഹുങ്കാര ശബ്ദങ്ങളാൽ വേനനെ നശിപ്പിച്ചു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏവം നിശ്ചിത്യ ഇപ്രകാരം നിശ്ചയിച്ചിട്ട് പ്രാപ്തമന്യവോ തീരുമാനിച്ച് ഉറച്ച ആ മുനിമാർ ഹുങ്കാരൈർ വേനം ഹുങ്കാര ശബ്ദത്തോടു കൂടിയ വേനനെ ജഘ്നുഹു കൊന്നു വധിച്ചു എന്നർത്ഥം. ഏവം ഇപ്രകാരം നിശ്ചയിച്ചിട്ട് പ്രാപ്തമന്യവ ആ മുനിമാർ തീരുമാനിച്ചുറച്ച മുനയോ ഹുങ്കാരേർ വൈനം ആ ഹുങ്കാരത്തോടു കൂടിയിട്ട് ആ വേനനെ കൊന്നു. ഏവം നിശ്ചിത്യ പ്രാപ്തമന്യവോ മുനയോ ഹുങ്കാരൈർ വേനം ജഘ്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 35. ഋഷിഭിസ്വാശ്രമപദം ഗതേ പുത്രകളേബരം സുനീതാപാലയാമാസ വിദ്യായോഗേന ശോചതി. ഋഷിഭി സ്വാശ്രമപദം ഗതേ പുത്രകളയവരം സുനീതാപാലയാമാസ വിദ്യായോഗേന ശോചതി. ആ ഋഷിമാർ ആശ്രമങ്ങളിലേക്ക് പോയ സമയത്ത് ആ പുത്രൻ്റേതായിരിക്കുന്ന ആ ദേഹം കളയബരം ആ ശരീരത്തെ അമ്മയായിരിക്കുന്ന സുനീത സംരക്ഷിച്ചു. എങ്ങനെ? വിദ്യായോഗേന, അത് മന്ത്രങ്ങളും യോഗങ്ങളും ഒക്കെ ചേർത്തിട്ട് മന്ത്രങ്ങളെ കൊണ്ട് യോഗങ്ങളെ കൊണ്ടുമൊക്കെ ആ ശരീരത്തെ സംരക്ഷിച്ചു. ശോചതി എന്ന് പറയുന്ന സുനീത, ശോചിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന സുനീത
തൻ്റെ പുത്രനെ അങ്ങനെ വിദ്യ കൊണ്ടും യോഗം കൊണ്ടുമൊക്കെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. പദങ്ങൾ ശോചതി ദുഃഖിതയായ സുനീത, ആ സുനീതാദേവി ഋഷിഭി ഋഷിമാരാൽ സ്വാശ്രമപദം അവരവരുടെ ആശ്രമസ്ഥലത്തേക്ക് ഗതേ യാത്ര ചെയ്തപ്പോൾ പുത്രകളേവരം പുത്രശരീരത്തെ വിദ്യായോഗേന മന്ത്രം കൊണ്ടും യോഗം കൊണ്ടും പാലയാമാസ സംരക്ഷിച്ചു. എന്നും കൂടി പറയാം. ശോചതി ദുഃഖിതയായ സുനീത ഋഷിമാരാൽ സ്വാശ്രമപദം അവരവരുടെ ആശ്രമസ്ഥലത്തേക്ക് ഗതേ യാത്ര ചെയ്തപ്പോൾ പുത്രകളേവരം പുത്രൻ്റെ ശരീരത്തെ വിദ്യായോഗേന മന്ത്രം കൊണ്ടും യോഗം കൊണ്ടും പാലയാമാസ സംരക്ഷിച്ചു. അപ്പോഴത്തെ അന്വയം വന്നിട്ട് ശോചതി സുനീത ഋഷിഭി സ്വാശ്രമപദം ഗതേ പുത്രകളേവരം വിദ്യായോഗേന പാലയാമാസ. എന്നുകൂടി പറയാം. ശോചതി സുനീത ഋഷിഭി സ്വാശ്രമപദം ഗതേ പുത്രകളേവരം വിദ്യായോഗേന പാലയാമാസ. ദുഃഖിതയായിരിക്കുന്ന സുനീതാദേവി ഋഷിമാരാൽ അവരവരുടെ ആശ്രമസ്ഥാനത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ആ പുത്രശരീരത്തെ മന്ത്രം കൊണ്ടും യോഗം കൊണ്ടും അവർ സംരക്ഷിച്ചു. ഋഷീശ്വരന്മാർ താന്താങ്ങളുടെ ആശ്രമത്തിലേക്ക് യാത്രയായ ശേഷം പുത്രശോകാർത്ഥയായിരിക്കുന്ന സുനീത വേനൻ്റെ മൃതദേഹം മന്ത്രം യോഗശക്തി ഇവയാൽ കേടുവരാതെ സംരക്ഷിച്ചു. അങ്ങനെ ഋഷിമാർ തങ്ങളുടെ ആശ്രമത്തിലേക്ക് തന്നെ പോയപ്പോൾ ആ മാതാവായ സുനീത പുത്രൻ്റെ ശരീരം വിദ്യായോഗം കൊണ്ട് രക്ഷിച്ചു. ശാപാഗ്നിയാൽ വേനനെ സംഹരിച്ച ഋഷികൾ അവരുടെ ആശ്രമസ്ഥാനങ്ങളിലേക്ക് പോയി. ആ പുത്രനാശം ചിന്തിച്ച് ദുഃഖിക്കുന്ന ആ മാതാവായിരിക്കുന്ന സുനീത ഈശ്വരേച്ഛയെ അനുസരിച്ച് ആ മന്ത്രപൂർവകമായിരിക്കുന്ന ഔഷധ പ്രയോഗം മുതലായ ചില ഉപായങ്ങളാൽ പുത്രൻ്റെ ശരീരത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ തതഹ സ്വാശ്രമം ജഗ്മുഹു ആ സ്വന്തം ആശ്രമങ്ങളിലേക്ക് പോയപ്പോൾ തതഹ അവിടെ ആ സുനീതാദേവി പുത്രൻ്റെ ദേഹത്തെ വിദ്യായോഗേന രക്ഷ മന്ത്രത്താലും യോഗത്താലും ഒക്കെ ആ പുത്രൻ്റെ ശരീരത്തെ രക്ഷിച്ചു. തതഹ സ്വാശ്രമപദം ജഗ്മുഹു ആ സ്വന്തം ആശ്രമത്തിലേക്ക് ആ മഹർഷിമാർ പോയപ്പോൾ തതഹ സുനീതാദേവി പുത്രദേഹം വിദ്യായോഗങ്ങളാൽ ആ പുത്രൻ്റെ ശരീരത്തെ രക്ഷിച്ചു. തതഹ സ്വാശ്രമം ജഗ്മുഹു തതഹ സുനീത പുത്രദേഹം വിയോഗേന രക്ഷ ഉള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം വന്നിട്ട് 36-ാമത്തെ ശ്ലോകം. ഏകദാ മുനയസ്തേതു സരസ്വൽ സലിലാപ്ലുതാ ഉത്വാഗ്നീൻ സൽകഥാശ്ചക്രു ഉപവിഷ്ടാഹ സരിത്തടേ. ഏകദാ മുനയസ്തേതു സരസ്വൽ സലിലാപ്ലുതാ ഹുത്വാഗ്നീൻ സൽകഥാശ്ചക്രു ഉപവിഷ്ടാഹ സരിത്തടേ. ഇങ്ങനെ ഒരിക്കൽ ആ മുനിമാർ ആ സരസ്വതീ നദിയിൽ കുളിച്ചിട്ട് ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ സൽക്കഥകളൊക്കെ ഉരുവിട്ടുകൊണ്ട് ആ നദീതീരത്ത് ഇരുന്നു. ഈ വേനനെ കൊന്നതിലുള്ള അതിൻ്റെ പാപമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നർത്ഥം. ഏകദാ മുനയസ്തേതു സരസ്വൽ സലിലാപ്ലുതാ ഉത്വാഗ്നീൻ സൽകഥാശ്ചക്രുപവിഷ്ടാ സരിത്തടേ. അപ്പോഴത്തെ തേ മുനയഹത്തു ആ ഋഷിമാരാകട്ടെ ഏകദാ ഒരിക്കൽ സരസ്വത് സലിലാപ്ലുതാ സരസ്വതി നദിയിലേക്ക് ജലത്തിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ച് സരിത്തടേ ആ നദീതീരത്ത് ഉപവിഷ്ടാഹ ഇരുന്നു കൊണ്ട് അഗ്നികളെ ഹുത്വ ജ്വലിപ്പിച്ചുകൊണ്ട് ഹോമിച്ച് സൽക്കഥാകഥനം ചെയ്തു അർത്ഥം. തേ മുനയഹത്തു ആ ഋഷിമാരാകട്ടെ ഏകദാ ഒരിക്കൽ സരസ്വത് സലിലാപ്ലുതാഹ സരസ്വതി നദിയിലെ ജലത്തിൽ കുളിച്ച് സരിത്തടേ ആ നദീതീരത്ത് ഉപവിഷ്ടാഹ ഇരുന്നു കൊണ്ട് അഗ്നികളെ ഹുത്വ ജ്വലിപ്പിച്ച് ഹോമിച്ച് സൽക്കഥകളെ ചക്രുഹു ചെയ്തു. അപ്പോൾ ആ ഋഷിമാരാകട്ടെ ഒരിക്കൽ അപ്പോൾ അതിൻ്റെ അന്വയം വന്നിട്ട് തേ മുനേഹത്തു ഏകദാ സരസ്വത് സലിലാപ്ലുതാഹ സരിത്തടേ ഉപവിഷ്ടാ അഗ്നീൻ ഹൂത്വ സൽക്കഥാഹ ചക്രുഹു.
എന്നുകൂടി പറയാം. തേ മുനേഹ തു ഏകദാ സരസ്വത്സലിലാപ്ലുതാ സരിത്തടേ ഉപവിഷ്ടാ അഗ്നീൻ ഹുത്വാ സത്കഥാ ചക്രുഹു. ആ ഋഷിമാരാകട്ടെ ഒരിക്കൽ ആ സരസ്വതീ നദിയിലെ ആ ജലത്തിൽ കുളിച്ച് നദീതീരത്ത് ഇരുന്നും കൊണ്ട് ആ അഗ്നികളെ ഹോമിച്ച് സൽക്കഥാകഥനവും ചെയ്തു. പിന്നീട് ഒരിക്കൽ ആ ഋഷിമാർ ഒരുമിച്ച് കൂടിയിട്ട് ആ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് അതിന് തീരത്ത് വെച്ച് ഹോമങ്ങൾ നടത്തുകയും ഭഗവത് കഥകൾ ആഖ്യാനം ചെയ്യുകയും ഉണ്ടായി. വേനഹത്യാപാപ നിവൃത്തിക്കാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരിക്കൽ ആ മഹർഷിമാർ സരസ്വതീ ജലത്തിൽ സ്നാനം ചെയ്ത് അഗ്നികാര്യങ്ങളെല്ലാം നിർവഹിച്ച് നദീതീരത്തിലിരുന്ന് ഭഗവത് കഥകൾ പറഞ്ഞു. അങ്ങനെ വേനനെ സംഹരിച്ച ഭൃഗു മുതലായിട്ടുള്ള മുനിമാർ തന്നെ ഒരു ദിവസം ആ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് ആ നദീതീരത്തിൽ തന്നെ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ നടത്തിയ ശേഷം അവിടെ ഈശ്വര കഥകളെ കീർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തത്തോ ബഹുകാലേന ഈ കഥ കുറച്ച് കാലത്തിന് ശേഷം ഒരിക്കൽ ഋഷിമാർ സരസ്വതീ തീരെ സരസ്വതി നദീതീരത്ത് ഇരുന്നിട്ട് സത്കഥകളൊക്കെ പറഞ്ഞ് സത്കഥാശ്ചക്രു സത്തുക്കളായിരിക്കുന്ന ഋഷിമാർ സൽക്കഥകളെ പറഞ്ഞു. തത്തോ ബഹുകാലേന ഏകദാ ഋഷയ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ആ ഋഷിമാർ സരസ്വതീ തീരെ സരസ്വതീ നദീതീരത്തിരുന്ന് അവർ സാധുക്കൾ സൽക്കഥാശ്ചക്രു സൽക്കഥകളെ ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തതോ ബഹുകാലേന ഏകദാ ഋഷയ സരസ്വതീ തീരെ സ്ഥിതാ സന്തഃ സൽക്കഥാശ്ചക്രു എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. അപ്പോൾ ആ ലോകഭയങ്കരം ആയിരിക്കണ ആ വലിയ ആ ദുർനിമിത്തങ്ങൾ വീക്ഷ്യോത്ഥിതാൻ കണ്ട് എഴുന്നേറ്റു, മഹോത്പാദാൻ ദുർനിമിത്തങ്ങൾ, ആഹുർ ഇങ്ങനെയുള്ള ലോകഭയങ്കരങ്ങളായിരിക്കുന്നതും അപ്യഭദ്രം ലോകഭയങ്കരങ്ങളായിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ആ നിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനി അപ്യഭദ്രമനാഥായ ആ ഭൂമി അനാഥവൻ ആവരുത് എന്ന് കരുതിയിട്ട് ദസ്യുഭ്യോ ദസ്യുക്കളിൽ നിന്നും ഭവേത് ഭുവഃ ആ ചോരന്മാരിൽ നിന്നും അഭദ്രം അനാഥായ ചോരന്മാരിൽ നിന്നും അഭദ്രം വരുന്നതായിരിക്കാം എന്ന് ആ ഋഷിമാർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാദാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. ലോകഭയങ്കരാൻ ലോകർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന മഹോത്പാദാൻ ആ ദുർനിമിത്തങ്ങൾ ഉത്ഥിതാൻ ഉദിച്ചതായിട്ട് വീക്ഷ്യ കണ്ടിട്ട് അനാഥയായിരിക്കുന്ന ഭൂമിക്ക് ദസ്യുഭ്യ ആ തസ്കരന്മാരിൽ നിന്നും അഭദ്രം ഉപദ്രവം ഭവേത് വരുന്നതാകാം ഇതി ആഹുഹു എന്ന് ആ ഋഷിമാർ പറഞ്ഞു എന്നർത്ഥം. ലോകഭയങ്കരാൻ ലോകർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന മഹോത്പാദാൻ ദുർനിമിത്തങ്ങൾ ഉത്ഥിതാൻ ഉദിച്ചതായി വീക്ഷ്യ കണ്ടിട്ട് അനാഥയായിരിക്കുന്ന ഭൂമിക്ക് ദസ്യുഭ്യ തസ്കരന്മാരിൽ നിന്നും അഭദ്രം ഉപദ്രവം അപിന ഭവേത് വരുന്നതാകാം ഇതി ആഹുഹു എന്ന് പറഞ്ഞു. ലോകർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന ആ ദുർനിമിത്തങ്ങൾ ലോകഭയങ്കരാൻ ലോകർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന മഹോത്പാദാൻ ദുർനിമിത്തങ്ങൾ ഉത്ഥിതാൻ ഉദിച്ചതായി വീക്ഷ്യ കണ്ടിട്ട് അനാഥയായിരിക്കുന്ന ആ ഭൂമിക്ക് ദസ്യുഭ്യ ആ തസ്കരന്മാരിൽ നിന്നും അഭദ്രം ഉപദ്രവം അപി ന ഭവേത് വരുന്നതാകാം എന്ന് ഇതി ആഹുഹു അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോകഭയങ്കരാൻ മഹോത്പാദാൻ ഉത്ഥിതാൻ വീക്ഷ്യ ലോകഭയങ്കരാൻ മഹോത്പാദാൻ ഉത്ഥിതാൻ വീക്ഷ്യ അനാഥായാഹ ഭുവഃ ദസ്യുഭ്യഃ അഭദ്രം അപി ന ഭവേത് ഇതി ആഹുഹു. എന്നുകൂടി പറയാം.
ലോകഭയങ്കരാൻ മഹോൽപാദാൻ ഉത്ഥിതാൻ വീക്ഷ്യ അനാഥായാഹ ഭുവഃ ദസ്യുഭ്യഃ അഭദ്രം അപി ന ഭവേത് ഇതി ആഹുഹു. ലോകർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന ആ ദുർനിമിത്തങ്ങൾ ഉദിച്ചതായി കണ്ടിട്ട് ആ അനാഥയായിരിക്കുന്ന ഭൂമിക്ക് തസ്കരന്മാരിൽ നിന്നും ഉപദ്രവം വരുന്നതാകാം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കരങ്ങളായിരിക്കുന്നത് ദുർനിമിത്തങ്ങൾ വീക്ഷിച്ചു. അരാജകത്വം വന്നുപെട്ട ഈ ഭൂമിയിൽ ദസ്യുപീഡ മുതലായ അമംഗളം വരാതിരിക്കാൻ മാർഗമെന്തെന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. ഋഷികൾ ദുർനിമിത്തങ്ങളുടെ ഫലത്തെപ്പറ്റി ചിന്തിച്ചിരിക്കെ സർവത്ര തട്ടിപ്പറിച്ച് ഓടി നടക്കുന്ന കൊള്ളക്കാരുടെ കാലടിയിൽ നിന്നും അതടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ലോകർക്ക് ഭയമുണ്ടാക്കുന്ന അനേകം ദുർനിമിത്തങ്ങൾ ഉണ്ടായതായി കണ്ട് അനാഥയായ ഭൂമിക്ക് കള്ളന്മാരിൽ നിന്നും മംഗളമുണ്ടാകാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അവർ ആലോചിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ മഹാദോഷങ്ങൾ സംഭവിക്കും എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അവർ കണ്ടപ്പോൾ ലോകരക്ഷയ്ക്കായിട്ടുള്ള രാജാവില്ലാത്തതുകൊണ്ട് അനാഥയായ ഭൂമിദേവിക്ക് കൊള്ളക്കാരിൽ നിന്നും മറ്റും സങ്കടം നേരിടാതിരിക്കണമെന്ന് അവർ മനസാ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തദാഹ ലോകഭയങ്കരാൻ, അവിടെ ലോകഭയങ്കരങ്ങളായിരിക്കുന്ന മഹോൽപാദാൻ വീക്ഷ്യ, ദുർനിമിത്തങ്ങളെ വീക്ഷിച്ചിട്ട് ഭുവോർഭദ്രം ന ഭവേത് കിം, ഭൂമിക്ക് എന്താണ് അഭദ്രവം അമംഗളം സംഭവിക്കുന്നത് എന്ന് അവർ ചിന്തിച്ചു. തഥാ ലോകഭയങ്കരാൻ മഹോൽപാദാൻ വീക്ഷ്യ, പ്രകാരം ലോകഭയങ്കരങ്ങളായിരിക്കുന്ന ആ ദുർനിമിത്തങ്ങളെ വീക്ഷിച്ചിട്ട് ഭുവോ അഭദ്രം ന ഭവേത് കിം, എന്താണ് ഭൂമിക്ക് അഭദ്രം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിച്ചു. ഏവം വിചാരേന്തഃ സ്ഥിതാഃ, പ്രകാരം ചിന്തിച്ചിട്ട് അവരിരുന്നു ഋഷീശ്വരന്മാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലെ ഏവം മൃഷന്ത ഋഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുത്ഥിതോ ഭൂരിശ്ചോരാണാം അഭിലുംബതാം. ഏവം മൃഷന്ത ഋഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുത്ഥിതോ ഭൂരിശ്ചോരാണാം അഭിലുംബതാം. അങ്ങനെ ഋഷിമാർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഓടിച്ചെന്ന് കൊള്ളയടിക്കുന്ന ചോരന്മാരുടെ വർദ്ധിച്ച കാലടി നിന്നും പറക്കുന്ന പൊടിപടലങ്ങൾ അങ്ങനെ പൊന്തി എന്നാണ് പറയുന്നത്. ഏവം മൃഷന്ത, ഇപ്രകാരം ചിന്തിച്ചിരിക്കുന്ന ഋഷിമാർ ധാവതാം, ചിന്തിച്ചിരിക്കുന്ന അവിടെ ഓടി വന്ന് സർവതോദിശം, സകല ദിക്കിലും പാംസുഹു സമുത്ഥിതോ, ആ പൊടിപടലം അങ്ങനെ പറക്കണതായിട്ട് ഭൂരിശ്ചോരാണാം, ആ ചോരന്മാരിൽ നിന്നും വർദ്ധിച്ചതായിരിക്കുന്ന അവരുടെ പൊടിപടലങ്ങൾ, കൊള്ളയടിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെ പരക്കുന്നതായിട്ട് സമുത്ഥിത അവർ കണ്ടു എന്നർത്ഥം. അഭിലുംബതാം എന്ന് കൊള്ളയടിക്കുന്ന. അപ്പോൾ നോക്കാം നമുക്ക് പദങ്ങളെ. ഋഷയ ഋഷിമാർ, ഏവം ഇങ്ങനെ, മൃഷന്ത ചിന്തിച്ചിരിക്കേ, സർവതോദിശം എല്ലായിടവും, ധാവതാം ഓടിച്ചെന്ന്, അഭിലുംബതാം കൊള്ളയടിക്കുന്ന, ചോരാണാം ചോരന്മാരുടെ, ഭൂരിഹി വർദ്ധിച്ച, പാംസു പൊടിപടലം, സമുത്ഥിത പൊന്തി വരുന്നതായിട്ട് കണ്ടു. ഒന്നും കൂടി പറയാം. ഋഷയ ഋഷികൾ, ഏവം ഇങ്ങനെ, മൃഷന്ത ചിന്തിച്ചിരിക്കേ, സർവതോദിശം എല്ലായിടവും, ധാവതാം ഓടിച്ചെന്ന്, അഭിലുംബതാം കൊള്ളയടിക്കുന്ന, ചോരാണാം ചോരന്മാരുടെ, ഭൂരിഹി വർദ്ധിച്ച, പാംസുഹു പൊടിപടലം, സമുത്ഥിത പൊന്തി. അപ്പോൾ ഇതിൽ തന്നെ വന്നിട്ട് ഋഷയ ഏവം മൃഷന്ത സർവതോദിശം ധാവതാം അഭിലുംബതാം ചോരാണാം ഭൂരിഹി പാംസുഹു സമുത്ഥിത. എന്നുകൂടി പറയാം. ഋഷയ ഏവം മൃഷന്ത സർവതോദിശം ധാവതാം അഭിലുംബതാം ചോരാണാം ഭൂരിഹി പാംസുഹു സമുത്ഥിത. ഋഷിമാർ ഇപ്രകാരം ചിന്തിച്ചിരിക്കെ എല്ലായിടവും ഓടിച്ചെന്ന് കൊള്ളയടിക്കുന്ന ആ ചോരന്മാരുടെ വർദ്ധിച്ച ആ പാംസു പൊടിപടലങ്ങൾ അവിടെയൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് പൊന്തി എന്നർത്ഥം. അപ്പോൾ രാജകത്വം കൊടികുത്തിവാണ ആ അവസ്ഥയിൽ ആ ദസ്യുക്കൾ അങ്ങനെ കൊള്ളയടിക്കുക. അപ്പോൾ ഋഷികൾ ആ ദുർനിമിത്തങ്ങളുടെ ആ ഫലത്തെപ്പറ്റി ചിന്തിച്ചിരിക്കെ സർവത്ര തട്ടിപ്പറിച്ച് ഓടി നടക്കുന്ന കൊള്ളക്കാരുടെ കാലടിയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന പൊടിപടലം ദിക്കുകളെല്ലാം വ്യാപിച്ചതായിട്ട്, ആ ദിക്കുകളിലെല്ലാം വ്യാപിച്ചതായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഋഷികൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ തട്ടിപ്പറി നടത്തി ഓടുന്ന കള്ളന്മാരുടെ കാൽപ്പൊടി ആകാശത്തിൽ ഉയർന്നു പൊങ്ങി.
ഋഷിമാർ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അക്രമം നടത്തിയാൽ ശാസിപ്പാൻ രാജാവിൽ നിന്നറിഞ്ഞ കള്ളന്മാർ സംഘം ചേർന്ന് കൊള്ളയടിക്കാൻ ആയി ഓടി നടക്കുന്നതിനാൽ അവരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ധൂളി സർവ്വദിക്കിലും ധാരാളം പൊങ്ങിപ്പടരുന്നതായിട്ട് കണ്ടു എന്നുള്ളതാണ് പറഞ്ഞത്. തഥാ സർവതോദിശം എല്ലായിടത്തും ധാവതാം പരക്കുന്ന ചൗരാണാം രജ ചോരന്മാരുടെ ആ കാലിലെ രജം പൊടി സമുത്ഥിതം ഉയർന്ന വരുന്നതായിട്ട് കണ്ടു. തഥാ സർവതോദിശം അപ്പോൾ അവിടെ എല്ലായിടത്തും ധാവതാം പരക്കുന്ന ചൗരാണാം രജ അത് മോഷ്ടാക്കളുടെ കാലിൽ നിന്നും വരുന്ന രജം പൊടി കൊണ്ട് അവിടെയെല്ലാം സമുത്ഥിതം അങ്ങനെ ഉയർന്നു പൊങ്ങിയതായിട്ട് കണ്ടു. തഥാ സർവതോദിശം ധാവതാം ചൗരാണാം രജ സമുത്ഥിതം. ഇതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങളാണ് 39ഉം 40ഉം. തദുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച വിലുംബതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാൻ നാവാരേൻ ശക്ത അപി തദ്ദോഷദർശിനഃ. തദുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച വിലുംബതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാൻ നാവാരേൻ ശക്ത അപി തദ്ദോഷദർശിനഃ. അപ്പോൾ ഈ ഭർത്തര്യുപരത്തെ തസ്മിൻ ഭർത്തരി ആ ഭരണകർത്താവ് ഇല്ലാതായപ്പോൾ ഭരണകർത്താവ് ഇല്ലാത്ത അവസ്ഥയിൽ ലോകരുടെ ആ സ്വത്ത് അങ്ങനെ കൊള്ളയടിക്കപ്പെട്ടു. ഭർത്തര്യുപരത്തെ തസ്മിൻ ലോകസ്യ വസുലുംപത ലോകത്തിൻ്റെ സ്വത്തുക്കളൊക്കെ അങ്ങനെ കൊള്ളയടിക്കപ്പെട്ടു. അന്യോന്യം പരസ്പരം തസ്മിൻ അന്യോന്യം ച വിലുംബതാം അന്യോന്യം കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നെ അവരുടെ ആ ഉപദ്രവത്തെയും വിലുംബതാം തതുപദ്രവം ആ ഉപദ്രവത്തെയും ദ്രോഹത്തെയും അതുപോലെ ചോരന്മാർ നിറഞ്ഞിട്ട് ആ മനസ്സാന്നിധ്യം നശിച്ച ആ രാജ്യത്തെയും ആ ജനപദത്തെ ആ രാജ്യത്തെയും അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ദോഷം കൊണ്ടുള്ള വൈഷമ്യം കണ്ടറിഞ്ഞ് ഇവർ ശക്തന്മാരാണെങ്കിൽ കൂടി ആ ഋഷിമാർ അതിന് പരിഹാരം കാണാൻ ശക്തന്മാരാണെങ്കിൽ കൂടി അവർ ആ ലോകത്തെ അവാരയൻ അവരെ ആ ലോകരെ അതിൽ നിന്നും തടഞ്ഞില്ല. അതിനൊരു പരിഹാരമായിട്ട് അവരെ തടഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. തതുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച വിലുംബതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം അരാജകത്വത്തെ കണ്ടിട്ടും ഒക്കെ ആ ലോകാൻ നാവാരയൻ ശക്ത ലോകത്തെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അവർ ശക്തി ഉള്ളവരാണ് ഋഷിമാർ. അപി എന്നിട്ടും തദ്ദോഷദർശിന അതിൽ ദോഷം കൊണ്ടുള്ള വൈഷമ്യം കണ്ട അവർ അതിനെ അവാരയൻ അതിനെ ഒരു പരിഹാരമായിട്ട് അവരെ തടഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പദങ്ങൾ തസ്മിൻ ഭർത്തരി ആ ഭരണകർത്താവ് ഉപരത്തെ ഇല്ലാതായപ്പോൾ തത് ആ ലോകസ്യ ലോകരുടെ വസു സ്വത്ത് ലുംബതാം കൊള്ള ചെയ്തും അന്യോന്യം പരസ്പരം വിലുംബതാം കൊള്ളയടിക്കുകയും ചെയ്യുന്നവരുടെ ഉപദ്രവം ദ്രോഹത്തെയും ചോരപ്രായം ചോരന്മാർ നിറഞ്ഞ് ഹീനസത്വം മനസ്സാന്നിധ്യം നശിച്ച ജനപദം രാജ്യത്തെയും ആജ്ഞായ മനസ്സിലാക്കിയിട്ട് തദ്ദോഷകർഷിണ ആ ദോഷം കൊണ്ടുള്ള വൈഷമ്യം കണ്ടറിഞ്ഞ് തന്നിവാരണേ ശക്താഹ അപി അതിൻ്റെ പരിഹാരത്തിന് പ്രാപ്തരായിട്ട് കൂടി ലോകാൻ അലോകരെ അവാരയൻ പരിഹരിച്ചില്ല. എന്നുകൂടി പറയാം. തസ്മിൻ ഭർത്തരി ആ ഭരണകർത്താവ് ഉപരത്തെ ഇല്ലാതായപ്പോൾ തത് ആ ലോകസ്യ ലോകരുടെ വസു സ്വത്ത് ലുംബതാം കൊള്ള ചെയ്തും അന്യോന്യം പരസ്പരം വിലുംബതാം കൊള്ളയടിക്കുകയും ചെയ്യുന്നവരുടെ ഉപദ്രവം ദ്രോഹത്തെയും ചോരപ്രായം ചോരന്മാർ നിറഞ്ഞ് ഹീനസത്വം മനസ്സാന്നിധ്യം നശിച്ച ജനപദം രാജ്യത്തെയും ആജ്ഞായ മനസ്സിലാക്കിയിട്ട് തദ്ദോഷദർശിന ആ ദോഷം കൊണ്ടുള്ള വൈഷമ്യം കണ്ടറിഞ്ഞ തന്നിവാരണേ ശക്ത അപി അതിൻ്റെ പരിഹാരത്തിന് പ്രാപ്തരായിട്ട് കൂടി ലോകാൻ ലോകരെ അവാരയൻ പരിഹരിച്ചില്ല. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് തസ്മിൻ ഭർത്തരി ഉപരത്തെ തത് ലോകസ്യ വസു ലുംബതാം അന്യോന്യം വിലുംബതാം
ഉപദ്രവം ചോരപ്രായം ഹീനസത്വം ജനപദം ച വീക്ഷ്യ ജനപദം ച ആജ്ഞായ തദ്ദോഷദർശിനഃ തന്നിവാരണേ ശക്താഃ അപി ലോകാൻ ന അവാരയൻ. എന്നുകൂടി പറയാം. തസ്മിൻ ഭർത്തരി ഉപരത്തെ തത് ലോകസ്യ വസു ലുംപതാം അന്യോന്യം വിലുംബതാം ഉപദ്രവം ചോരപ്രായം ഹീനസത്വം ജനപദം ച ആജ്ഞായ തദ്ദോഷദർശിനഃ തന്നിവാരണേ ശക്താഃ അപി ലോകാൻ ന അവാരയൻ. അതായത് ആ ഭരണകർത്താവ് ഇല്ലാതിരുന്നപ്പോൾ ആ ലോകരുടെ സ്വത്ത് അപഹരിക്കപ്പെട്ടു, കൊള്ളയടിച്ചു, പരസ്പരം കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ ആ ദ്രോഹത്തെയും ചോരന്മാർ നിറഞ്ഞ് ആ മനസ്സാന്നിധ്യം നശിച്ച ജനപദം ആ രാജ്യത്തെയും അവരൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ട് ആ ദോഷം കൊണ്ടുള്ള വൈഷമ്യം കൊണ്ട് അതിനെ പരിഹരിക്കാനൊക്കെ പരിഹാരമൊക്കെ അവർക്ക് അറിയാമെങ്കിലും തന്നിവാരണേ ശക്താഃ അപി അതിൻ്റെ പരിഹാരത്തിന് പ്രാപ്തരായിട്ട് കൂടി അവർ അതിനെ തടയാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചില്ല. ലോകാൻ ന അവാരയൻ. അതിന് ഒരു പരിഹാരം അവർ ഉണ്ടാക്കി കണ്ടില്ല എന്നർത്ഥം. അരാജകത്വം കൊടികുത്തിവാണ ആ അവസ്ഥയിൽ ദസ്യുക്കൾ മുതൽ കൊള്ളയടിക്കുന്നു, പരസ്പരം കലഹിക്കുന്നു, കൊല്ലുന്നു. ലോകം കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവശരായവർ പീഡ അനുഭവിക്കുന്നു. ആ മുനീശ്വരന്മാർക്ക് ഇതിനെ നേരിടാൻ കഴിവുണ്ട്. ആ അവസ്ഥ തുടർന്നാലത്തെ ഫലം എന്തെന്നറിയുന്നവരും ആണ് അവർ. എങ്കിലും അവർ അതിനൊന്നും തന്നെ നിവാരണ മാർഗങ്ങൾ സ്വീകരിച്ചില്ല. വളരെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആകയാൽ പെട്ടെന്ന് അതുകൊണ്ടാണ് അത് തടയാതിരുന്നത്. ഈ അവസ്ഥ തുടർന്നാലത്തെ വിപത്തിനെ പറ്റി ബോധവാന്മാരായിരിക്കുന്ന അവർ അതിനെ തടയാതിരുന്നാലുള്ള ദോഷവശത്തെ പറ്റിയിട്ടാണ് ഇനി തുടർന്ന് പറയേണ്ടത്. അപ്പോൾ ഭരണത്തിൽ രാജാവില്ലാതായപ്പോൾ ആ ധനാപഹരണം നടത്തുന്നവരും അന്യോന്യം കൊല്ലുവാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കുന്ന ദുർജനങ്ങളെ കൊണ്ട് ലോകത്തിന് വരുന്ന ദ്രോഹവും കള്ളന്മാർ നിറഞ്ഞതും ശക്തിശൂന്യവും ആയിരിക്കുന്ന ആ ജനസമൂഹത്തെയും കണ്ട് ആ മുനികൾ ശക്തരാണെങ്കിലും അതിലെ ദോഷം അറിയുന്നവരാണെങ്കിലും അവരെ തടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങും ധൂളി പൊങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ശാസ്താവായിരിക്കുന്ന വേനൻ്റെ മരണം നിമിത്തം നിർഭയന്മാരായിരിക്കുന്ന ചോരന്മാർ ലോകത്തിൽ ഉള്ളവരുടെ ധനം കവർച്ച ചെയ്യുവാനായിട്ട് സഞ്ചരിക്കുകയാണെന്നും ജനങ്ങൾ ഓരോരുത്തരും മറ്റോരോരുത്തരെ ഹിംസിപ്പാനും കൊള്ളയടിക്കാനുമുള്ള ആ പരിശ്രമത്തിൻ്റെ ഫലമായി ആണ് ഇതെന്നും ആ ലോകത്തിൽ കൊള്ളക്കാർ അധികരിച്ചിരിക്കുന്നുവെന്നും സ്വപ്രാണനെയും സ്വന്തം ധനത്തെയും സംരക്ഷിപ്പാൻ ധൈര്യമുള്ളവർ കുറഞ്ഞിരിക്കുന്നുവെന്നും ആകപ്പാട് ലോകം അരാജകത്വമായതുകൊണ്ട് മര്യാദയില്ലാത്തതായി തീർന്നിരിക്കുന്നുവെന്നും ആ മുനിമാർ അറിഞ്ഞു. ഇപ്രകാരം ആ മര്യാദയെ അതിക്രമിച്ച് നടക്കുന്നവരെ സംഹരിപ്പാൻ തങ്ങൾ ശക്തരാണെങ്കിലും അവരത് ചെയ്തില്ല എന്നുള്ള അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറയണത് നോക്കാം. തഥാ ധനം ലുംപത. അപ്പോൾ ചോരന്മാരവിടെ ഓരോരുത്തരും അവരവർ കൊള്ളയടിക്കപ്പെട്ടു. മന്യോന്യം ലുംപതാമന്യോന്യം പരസ്പരം കൊള്ളയടിക്കപ്പെട്ടു. ജിഘാംസതാം ച തേഷാം ഉപദ്രവം വിജ്ഞായ അവരുടെ ഉപദ്രവത്തെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് തഥാ ചൗരപ്രായമരാജകം ആ തസ്കരപ്രായമായിരിക്കുന്ന അരാജകത്വത്തെ കണ്ടിട്ട് ഹീനസത്വം അതിൻ്റെ അദുഷിച്ച ഫലങ്ങളെ ദേശം ജനപദം അനുഭവിക്കുന്നുള്ളത് അറിഞ്ഞിട്ട് ജ്ഞാത്വ ലുംപത ആ ലുംപതാലോകാൻ കൊള്ളയടിക്കുന്ന ലോകത്തെ വാരയാമാസു അതിന് ഒരു പരിഹാരം അവർ കണ്ടില്ല എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറയണത്. ഒന്നും കൂടി പറയാം. തഥാ ധനം ലുംപത അങ്ങനെ കൊള്ളയടിക്കപ്പെടുന്ന ധനം കൊള്ളയടിക്കപ്പെട്ടു. തഥാ ചൗരപ്രായ അരാജകം ആ തസ്കരന്മാരാൽ ഉണ്ടാകപ്പെട്ടിരുന്ന അരാജകത്വം ഹീനസത്വേ ദേശം അത് ആ നശിച്ച ആ അവസ്ഥയെ അനുഭവിക്കുന്നത് പറ്റിയിട്ട് ജ്ഞാത്വ അറിഞ്ഞ ആ ഋഷിമാർ ലുംബതോ ലോകാന്ന
വാരയാമാസ, അവർക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തില്ല. തഥാ ധനം ലുംപത തഥാ ചൗരപ്രായം അരാജകം ഹീന സത്വം ദേശം ജ്ഞാത്വാ ലുംപതോ ലോകാൻ ന വാരയാമാസു ഉള്ളതാണ് ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.